ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനുഷ്യദൃഷ്ടിയിൽ നിസ്സാരം, ദൈവദൃഷ്ടിയിൽ ശ്രേഷ്ഠം എന്ന വേദവചനം ഏവർക്കും സുപരിചിതമാണ്. ക്രിസ്തുനാഥൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവന വളരെ പ്രസക്തമാണ്. കാലിത്തൊഴുത്തിൽ ജനനം, സാധാരണക്കാരായ മാതാപിതാക്കൾ, ജീവിത സാഹചര്യങ്ങൾ സാധാരണം, സഹവാസം സാധാരണക്കാരിൽ സാധാരണക്കാരായ മുക്കുവർക്കൊപ്പം, സാധാരണ പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും ലഭിക്കാതെ അധികാരികൾ നിന്ദിച്ച് പഴിച്ച് ശപിക്കപ്പെട്ടവർക്ക് ഒരുക്കപ്പെട്ട അന്ത്യം നൽകി. അന്യൻ്റെ കബറിടത്തിൽ സംസ്കാരം സ്വീകരിച്ചു. സ്വന്തം എന്ന് പറയാൻ ഒന്നും ഇല്ലാതിരുന്ന മഹോന്നതനായ ദൈവപുത്രൻ ജനിക്കാൻ തിരഞ്ഞെടുത്തതും ആരാലും ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സാധാരണ സ്ത്രീ, അത് വിശുദ്ധ കന്യക മറിയാം. സമാധാന പ്രഭുവായ ഈ അത്ഭുത മനുഷ്യന്റെ ജനനത്തിൽ മതപ്രകാരം അനുവർത്തിക്കേണ്ട കർമാദികൾ കേവലം സാധാരണക്കാർ സ്വീകരിക്കുന്ന മാർഗം, ആ കർമ്മമാണ് അവരും സ്വീകരിച്ചത്. ഭൗതികതയുടെ അതിപ്രസരത്താൽ തൻ്റെ തലക്കനത്തെ കാട്ടാൻ അന്യൻ്റെ മുമ്പാകെ ചെയ്തു കൂട്ടുന്ന കോമാളിത്തരങ്ങളാൽ ഇന്നത്തെ മനുഷ്യജീവിതം അലങ്കരിക്കപ്പെടുമ്പോൾ സകലത്തിൻ്റെയും നാഥനായ ക്രിസ്തുനാഥൻ്റെ ആദ്യ നന്ദി അർപ്പണം തൻ്റെ മാതാപിതാക്കളാൽ നിർവഹിക്കപ്പെട്ടു. അത് വെറും സാധാരണക്കാരിൽ സാധാരണ എന്ന് തോന്നിക്കുന്ന ബലിയർപ്പണമായിരുന്നു. യഹൂദ മത നിയമപ്രകാരവും മോശയുടെ ന്യായപ്രമാണപ്രകാരവും 8-ാം നാളിൽ യേശുക്കുഞ്ഞുമായി വന്ന വിശുദ്ധ കന്യക മറിയവും യൗസേഫും യാഗാർപ്പണത്തിന് തിരഞ്ഞെടുത്തത് ഒരു ഇണപ്രാവിനെ അഥവാ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെ. ഇതിലേതാണ് ബലിയർപ്പിച്ചതെന്ന് സത്യത്തിൽ സുവിശേഷകൻ സൂചിപ്പിച്ചിട്ടില്ല. ഭൂരിപക്ഷം വ്യാഖ്യാനകർത്താക്കളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും സാധാരണയായ 2 പ്രാക്കുഞ്ഞുങ്ങളെ ആവാം എന്നാണ്. ഏറ്റവും ലാളിത്യവും വില കുറഞ്ഞതുമായ ബലിയർപ്പണം നന്ദി സൂചകമായി നൽകിയ വിശുദ്ധ യൗസേഫ് അതിനുള്ള ആസ്തിത്വമോ യൗസേഫിന് ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു മനുഷ്യൻ എത്രമാത്രം എളിമപ്പെടാമോ എന്നതിൻ്റെ മകുട ഉദാഹരണമാണ് ക്രിസ്തുനാഥൻ്റെ ജീവിതം. തൻ്റെ ജനനം മുതൽ മരണം വരെ യാതൊരു തരത്തിലുള്ള ആഘോഷങ്ങളും തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവനോ, എന്നാൽ എപ്പോഴും ആ മഹാത്മാവിൻ്റെ ജീവിതത്തിൽ ഒരു സത്യം തെളിഞ്ഞു നിന്നിരുന്നു: എല്ലാം പിതാവിൻ്റെ ഇഷ്ടം. ഇന്നത്തെ ക്രൈസ്തവനോ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം മുതൽ ഈ എളിമപ്പെടലിൻ്റെ അനുഗ്രഹിത ചിത്രം ഓരോ വായനക്കാരൻ്റെയും ഹൃദയത്തിൽ തെളിഞ്ഞു വരും. ഓരോ മനുഷ്യനും, പ്രത്യേകിച്ച് ആത്മീക ജീവിത പാതയിൽ സഞ്ചരിക്കുന്നവർ പ്രത്യേകം മനസ്സിൽ കുറിച്ചിടണം: ലൗകിക പ്രതാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ വന്നു ചേരുന്ന സകല പ്രകാശങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് അസ്തമിച്ചടങ്ങാൻ സാധ്യതകൾ ഏറെയാണ് ഈ വികസിത ആധുനിക സമൂഹത്തിൽ. ഒരിക്കലും അസ്തമിക്കാത്തതും എന്നാൽ ദിവ്യപ്രകാശത്താൽ പൂരിതവുമായ എളിമയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ച് ആ പാഠങ്ങൾ ജീവിതത്തിൽ അഭ്യസിച്ചാൽ അത് ദിവ്യാനന്ദം മനുഷ്യ ജീവിതത്തിൽ പ്രകാശം പോലെ വന്നു ചേരും. എളിമയെ സ്വീകരിക്കുവാനുള്ള ആത്മകൃപയ്ക്കായി ഓരോ സത്യക്രിസ്ത്യാനികളും പ്രാർത്ഥിക്കണം. അതായിരുന്നു കുരിശിൽ കണ്ട മഹാപ്രകാശം. അതാണ് പുനരുത്ഥാനത്തിൽ നിറഞ്ഞു നിന്ന മഹത്വമാർന്ന ശോഭ. എളിമയുടെ വഴി മഹത്വപ്രഭയിലേക്ക് ഓരോ മനുഷ്യനെയും എത്തിക്കും. ഏവർക്കും ശുഭദിനം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. നന്ദി.